ഗാലറിയിലെ ആൾക്കൂട്ടത്തിൽ നിന്നും എനർജി എടുക്കൂ. തന്റെ മുന്നിലുണ്ടായിരുന്ന താരങ്ങൾക്ക് യുണൈറ്റഡ് കോച്ചായ കാരിക്കിന് നൽകാനുണ്ടായിരുന്ന ഉപദേശം അതുമാത്രമായിരുന്നു. ഗാലറിയും 11 പേരും ഒന്നിച്ചു കളിച്ച ദിവസത്തിൽ മാഞ്ചസ്റ്റർ നഗരം അടുത്തൊന്നും കാണാത്ത വിധം ചുവന്നു തൊടുത്തിരിക്കുന്നു. സർവം ഇരുട്ടെന്ന് കരുതിയ യുണൈറ്റഡ് ആരാധകരുടെ മനസ്സിൽ ഒരൊറ്റ മത്സരം കൊണ്ടൊരു ചുവന്ന സൂര്യൻ ഉദിച്ചിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നറിഞ്ഞെണീറ്റ് നിന്നാൽ തകരാത്ത കോട്ടയോ എതിരാളികളോ ഇംഗ്ലണ്ടിൽ ഇന്നുമില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ഡെർബി. ഓൾഡ് ട്രാഫോർഡിൽ ഒരു വിജയം കൂടി പേരിലാക്കണം. മാഞ്ചസ്റ്ററിന്റെ നിറം നീല തന്നെയാണെന്ന് നഗരമാകെ പാടി നടക്കണം. കിരീട പോരാട്ടത്തിൽ ഗണ്ണേഴ്സിനോട് ഒരു പടി കൂടി എടുക്കണം. ഡെർബിക്കിറങ്ങുമ്പോൾ പെപ് ഗാർഡിയോളക്കും സിറ്റിക്കും മോഹങ്ങൾ ഒരുപാടായിരുന്നു. ബ്രിട്ടനിലെ പന്തയക്കൊമ്പോളങ്ങളിൽ 6 ജയിക്കുമെന്നതിനേക്കാൾ ചൂട് സിറ്റി എത്ര ഗോളിന് വിജയിക്കുമെന്നതായിരുന്നു. ഹാളൻഡും സെമിന്യോയും ചേർന്ന പുതുസഖ്യവും യുണൈറ്റഡിലെ അനിശ്ചിതത്വങ്ങളും സിറ്റിയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി. പെപ് ഗാർഡിയോള എന്ന ഇതിഹാസ പരിശീലകൻ സിറ്റിയിലെത്തുന്നത് 2016-ലാണ്. അതിനുശേഷം മാനേജറും ഹെഡ് കോച്ചും കെയർടേക്കറും ഇന്ററിമുമെല്ലാമായി എത്രയോ പരിശീലകർ യുണൈറ്റഡിലെത്തി. പോയ പതിറ്റാണ്ടിൽ ഇരു ക്ലബ്ബുകളും തമ്മിലുള്ള വ്യത്യാസം മാനേജർമാരുടെ എണ്ണത്തിൽ തന്നെയുണ്ട്. അങ്ങനെ മാഞ്ചസ്റ്റർ നഗരം ചുവപ്പും നീലയുമായി 2 ചേരികളായി തിരിഞ്ഞു. ഞായറാഴ്ചയുടെയും ആഫ്റ്റർനൂൺ മത്സരത്തിന്റെയും അലസതയില്ലാതെയാണ് ഓൾഡ് ട്രാഫോർഡ് ചുവപ്പണിഞ്ഞത്. തികഞ്ഞ കോൺഫിഡൻസോടെ പെപ് ഗാർഡിയോള മൈക്കൽ കാരിക്കിനെ സ്റ്റേഡിയത്തിലേക്ക് വെൽക്കം ചെയ്തു. അങ്ങനെ വിസിലുയർന്നു, കളി തുടങ്ങി. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ പെപ് ഗാർഡിയോളക്ക് തന്റെ കണക്കുകൾ തെറ്റുകയാണ്. പുതിയൊരു ഊർജം, പുതിയൊരു വീര്യം. കളിക്കളത്തിൽ ആദ്യം മുതലേ കണ്ടത് ഒരു ഡിഫറൻറ്റ് യുണൈറ്റഡിനെയാണ്. 3-ാം മിനിറ്റിൽ കോർണറിന് ഹാരി മഗ്വയർ തലവെച്ചത് വന്നിടിച്ചത് പോസ്റ്റിൽ. പെപ്പിന് ആദ്യമായി നെഞ്ചിൽ ഇടിവെട്ടിയ നേരം. അതൊരു സൂചന മാത്രമായിരുന്നു, വരാനിരിക്കുന്ന നിമിഷങ്ങൾക്കുള്ള ഒരു ക്ലിയർ സിഗ്നൽ. ആ ഞെട്ടലിൽ തലയുയർത്തി നോക്കുമ്പോൾ പെപ്പിന്റെ കൺമുന്നിൽ ഒരു വാചകം തിളങ്ങിയിരിക്കണം: ഓൾഡ് ട്രാഫോർഡ്, ദ തിയേറ്റർ ഓഫ് ഡ്രീംസ്. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ തുടക്കമാണ് കാരിക്കിന് കിട്ടിയത്. ആദ്യ മത്സരത്തിൽ എതിരിടേണ്ടി വന്നത് നഗരവരികളായ സിറ്റിയെ.